ദൈവമേ, എല്ലാ തലമുറകൾക്കും ഓഹരിയായി കിട്ടിയ ആദിപാപത്തിൻ്റെ പിന്തുടർച്ചയായ മന്നത്തെ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്താൽ അങ്ങ് സംഹരിച്ചുവല്ലോ. അങ്ങനെ അവിടത്തോട് അനുരൂപരായി തീർന്നുകൊണ്ട് ഭൗതിക മനുഷ്യൻ്റെ പ്രതിരൂപം പ്രകൃതി നിയമത്താൽ ഞങ്ങൾ സംഭവിക്കുന്ന പോലെ കൃപയുടെ വിശുദ്ധീകരണത്താൽ സ്വർഗീയ പ്രതിരൂപം ഞങ്ങൾ കൈവരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. നമുക്കിരിക്കാം. ദൈവവചന പ്രഘോഷണത്തിൻ്റെ സമയമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗാഗുൽത്തായിൽ നിറവേറിയ അതുല്യമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയുടെ പ്രഘോഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ 3 വായനകളാണുള്ളത്. യേശയ്യ ദീർഘദർശിയുടെ പ്രവചനങ്ങളിൽ നിന്നാണ് ആദ്യത്തെ വായന. ലൗകികമായ അധികാരത്തോടും പ്രതാപത്തോടും കൂടി വരുന്ന ഒരു രാജാവായിട്ടാണ് യഹൂദർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വരുവാനിരിക്കുന്നത് പ്രതാപിയായ രാജാവല്ല, മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി സഹനം നിശബ്ദമായി സ്വയം ഏറ്റുവാങ്ങുന്ന, നിഷ്കളങ്കനായി സഹിക്കുന്ന ദാസനായിരിക്കുമെന്ന് യേശയ്യ പ്രവാചകൻ വ്യക്തമാക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 2ാം വായനയിൽ നിത്യപുരോഹിതനായ ക്രിസ്തു പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ പരീക്ഷണ വിധേയനായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കുരിശിൽ മരിച്ചു എന്നതിനേക്കാൾ ദൈവേഷ്ടം നിറവേറ്റി എന്നതാണ് യേശുവിനെ രക്ഷകനായും പ്രധാന ആചാര്യനായും മാറ്റിയത്. അതുവഴി അവിടുത്തെ നാമം മറ്റെല്ലാ നാമങ്ങളെക്കാളും ശ്രേഷ്ഠമായി തീർന്നു. അനുസരണം വഴി തന്നെ മരണത്തോളം താഴ്ത്തി സ്വയം ബലിവസ്തുവായി സമർപ്പിച്ച ദൈവകുഞ്ഞാടിനെ കുറിച്ച് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ദാസനും ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേകം ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ നിന്നും
വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്ന് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തന്മാരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കുവാൻ എനിക്കിട വരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി, അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു. മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെ ആയിത്തീർന്നിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടി എൻ്റെ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. പ്രിയ സഹോദരരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെയും കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സുവിശേഷ പ്രഘോഷണത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, അതേ കുരിശു മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. ആകയാൽ ദൈവം അവിടുത്തെ ഉയർത്തി സകല നാമങ്ങളെക്കാളും ശ്രേഷ്ഠമായ നാമം അവിടുത്തേക്ക് നൽകി.
യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് കൂടെ കെദ്രോൺ അരുവിയുടെ അക്കരയെത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകുവാൻ വേണ്ടിയായിരുന്നു ഇത്. ശിമിയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്തിനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യഫാസാണ്. ശിമിയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു. ആ ശിഷ്യനെ പ്രധാനാചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോടുകൂടെ പ്രധാന പുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. പത്രോസ് ആകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ പറഞ്ഞു, അല്ല. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ കരണത്തടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിന്റെ അടുക്കലേക്ക് അയച്ചു. ശിമിയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. പ്രധാന പുരോഹിതന്റെ ഭൃത്യന്മാരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു. ഉടനെ കോഴി കൂവി. യേശുവിനെ അവർ കയ്യഫാസിന്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പിലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വിധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല.
ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെയല്ല, ബറാബാസിനെ മതി. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ചു. പടയാളികൾ ഒരു മുൾ കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യഹൂദരുടെ രാജാവേ സ്വസ്തി. ഇങ്ങനെ പറഞ്ഞ് കൈകൊണ്ട് അവർ അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്നവനും സീസറിന്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കുവാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റ് 2 പേരെയും. യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലുമായും പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അതിങ്ങനെയായിരുന്നു: നസറായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു,
യഹൂദരുടെ രാജാവെന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറേണ്ട, പകരം അതാരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാവർക്കും മുട്ടുകുത്താം. എഴുന്നേറ്റ് നിൽക്കാം. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചനിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഇതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ഇപ്പോൾ സാർവത്രിക പ്രാർത്ഥനയാണ്, വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി വചന പ്രഘോഷണ കർമ്മം സമാപിക്കുകയാണ്. കാർമ്മികൻ കൈകൾ കൂപ്പി നിന്ന് ഓരോ പ്രാർത്ഥനയുടെയും ഉദ്ദേശം അറിയിക്കുകയും ജനങ്ങളെ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മൾ മൗനമായി ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനേകം മുഖ്യ കാർമ്മികൻ കൈകൾ വിരിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രക്ഷയുടെ ഈ സുദിനത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി യാചിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നമുക്ക് ഒരുമിച്ച് ആമേൻ എന്ന് പ്രത്യുദ്ധരിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവവും കർത്താവും തിരുസഭയ്ക്ക് ലോകമെങ്ങും
സമാധാനവും ഐക്യവും സംരക്ഷണവും നൽകുമാറാകട്ടെ. സ്വൈരവും ശാന്തവുമായ ജീവിതം നയിച്ച് സർവശക്തനായ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഒരല്പസമയം നമുക്ക് നിശബ്ദരായിരിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ ജനതകൾക്കും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ കാരുണ്യപ്രവൃത്തികൾ സഭയിൽ കാത്തു സൂക്ഷിക്കണമേ. അങ്ങനെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ദൃഢവിശ്വാസത്തോടെ അങ്ങേ നാമം ഏറ്റുപറയുന്നതിൽ നിലനിൽക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പരിശുദ്ധ പിതാവിന് വേണ്ടി, നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ മെത്രാൻ പദവിയിലേക്ക് തെരഞ്ഞെടുത്ത നമ്മുടെ കർത്താവും ദൈവവും അവിടുത്തെ തിരുസഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ നയിക്കാൻ അദ്ദേഹത്തെ കാത്ത് രക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൽപ്പനയാണല്ലോ സർവവും സംവിധാനം ചെയ്യപ്പെട്ടത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അലിവാർന്നു കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പാപ്പായി അങ്ങേ കാരുണ്യത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഉടയവനായ അങ്ങ് നയിക്കുന്ന ക്രൈസ്തവ ജനത അതേ പരമാചാര്യൻ്റെ കീഴിൽ അവരുടെ വിശ്വാസത്തിൻ്റെ യോഗ്യതയാൽ അഭിവൃദ്ധിപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിവിധ ശുശ്രൂഷ പദവിയിലുള്ള എല്ലാ സഭാംഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനും സഹായ മെത്രാനായ ജസ്റ്റിൻ മെത്രാനും സഭയിലെ മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും ഡീക്കന്മാർക്കും സമസ്ത വിശ്വാസി സമൂഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവ് സഭാഗാത്രം മുഴുവനും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷകൾ ശ്രവിക്കണമേ. അങ്ങനെ അങ്ങേ കൃപാദാനത്താൽ എല്ലാവരും അങ്ങേക്ക് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ക്രൈസ്തവരുടെ ഐക്യത്തിനു വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമസ്ത സഹോദരർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സത്യം ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവും ദൈവവും തൻ്റെ ഏകസഭയിൽ അവരെ ഒരുമിച്ച് ചേർക്കാനും പരിപാലിക്കാനും തിരുവുള്ളമാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ചിതറിപ്പോയവരെയെല്ലാം അങ്ങ് ഒരുമിച്ച് കൂട്ടുകയും ഒരുമിച്ച് കൂട്ടിയവരെ പരിപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ പുത്രൻ്റെ അച്ചഗണത്തെ പ്രീതിപൂർവം അങ്ങ് തൃക്കൺ പാർക്കണമേ. ഏകജ്ഞാനസ്ഥാനത്ത് പൗത്രീകൃതരായവരെ വിശ്വാസ സമഗ്രത ഐക്യപ്പെടുത്തുകയും സ്നേഹ ഉടമ്പടി ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ ദീപ്തരായി അവരും രക്ഷാമാർഗത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഹൃദയ പരമാർത്ഥതയോടെ ചരിക്കുന്ന എല്ലാവർക്കും അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും സത്യം കണ്ടെത്താൻ അനുഗ്രഹമരുളണമേ. പരസ്പര സ്നേഹത്തിൽ വളർന്ന് അങ്ങേ ജീവന്റെ രഹസ്യം അവഗാഢം ഗ്രഹിക്കുന്നതിൽ ഉത്സുകരാകാനും ലോകത്തിൽ അങ്ങേ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷികളാകാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഭരണാധികാരികൾക്ക് വേണ്ടി, രാജ്യത്തിലെല്ലാ ഭരണാധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും യഥാർത്ഥമായ സമാധാനവും സ്വാതന്ത്ര്യവും കൈവരിക്കാൻ
നമ്മുടെ കർത്താവും ദൈവവും തൻ്റെ തിരുഹിതത്തിനൊത്ത വിധം ഭരണാധികാരികളുടെ ഹൃദയവും മനസ്സും നയിക്കുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കരങ്ങളിലാണല്ലോ മനുഷ്യരുടെ ഹൃദയാഭിലാഷങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും. അധികാരപൂർവം ഞങ്ങളെ നയിക്കുന്ന അവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ലോകം മുഴുവനും ജനതകളുടെ ക്ഷേമവും സമാധാനത്തിൻ്റെ സുരക്ഷിതത്വവും മതസ്വാതന്ത്ര്യവും അങ്ങ് നിരന്തരം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, എല്ലാ തെറ്റുകളിൽ നിന്ന് ലോകത്തെ സംശുദ്ധമാക്കുന്നതിനും രോഗങ്ങൾ നിവാരണം ചെയ്യുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തടവറകൾ തുറക്കുന്നതിനും വിലങ്ങുകൾ അഴിക്കുന്നതിനും യാത്രികരെ സുരക്ഷിതരാക്കുന്നതിനും തീർത്ഥാടകരെ തിരിച്ചെത്തിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകുന്നതിനും വേണ്ടി സർവശക്തനും പിതാവുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് ദുഃഖിതരുടെ ആശ്വാസവും അധ്വാനിക്കുന്നവരുടെ അത്താണിയുമാണല്ലോ. നാനാവിധത്തിലുള്ള യാതനകളാൽ നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങിലേക്ക് എത്തിച്ചേരട്ടെ. അങ്ങനെ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങേ കാരുണ്യം അവരോടൊപ്പമായിരുന്നു എന്നതിൽ എല്ലാവരും സന്തോഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുക്കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുരിശാരാധനയാണ് ഇനി നടക്കുക. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ അടയാളമാണ് കുരിശ്. പ്രാർത്ഥനയുടെയും സഹിഷ്ണുതയുടെയും ഉത്തമ മാതൃകയാണ് കുരിശ് നമുക്ക് നൽകുന്നത്. ഈ പുണ്യഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. വൈദികൻ കുരിശ് ദീപവാഹകരുടെ അകമ്പടിയോടുകൂടെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിമുഖമായി നിന്നുകൊണ്ട് കുരിശ് അനാച്ഛാദനം ചെയ്യുന്നു. കുരിശ് അനാവരണം ചെയ്യുന്ന ഓരോ ഭാഗങ്ങളിലും ഇതാ കുരിശുമരം എന്ന് തുടങ്ങുന്ന പ്രവണിതം ആലപിക്കുന്നു. ഈ സമയം നമുക്ക് മുട്ടുകുത്തി വരുവിൻ വണങ്ങാം ആരാധിക്കാം എന്ന് പ്രതിത്തിരിക്കാം. ഇപ്രകാരം കുരിശിൻ്റെ 3 ഭാഗവും അനാവരണം ചെയ്തു കഴിയുമ്പോൾ സ്നേഹബഹുമാനത്തോടുകൂടി നമുക്ക് ഈ കുരിശിനെ ആരാധിക്കാം. ഇതാ കുരിശുമരം, ഇതിലാ ലോകൈകരക്ഷകൻ മരണം വരിച്ചതീ മന്നിനാ
മരണം വരിച്ചതീ മണ്ണിനാ വരുവിൻ വണങ്ങാം ആരാധിക്കാം വരുവിൻ വണങ്ങാം ആരാധിക്കാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ. മരണം വരിച്ചതീ മണ്ണിനാ വരുവിൻ വണങ്ങാം ആരാധിക്കാം വരുവിൻ വണങ്ങാം ആരാധിക്കാം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ സമയം വിശുദ്ധ കുരിശ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന പീഠത്തിന്മേൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. വൈദികർ മാത്രം ഈ സമയം കുരിശിനെ തൊട്ട് വണങ്ങി ആരാധിക്കുന്നു. ബാക്കിയുള്ള നമുക്കെല്ലാവർക്കും ഈ സമയം പ്രാർത്ഥനയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും കുരിശിനെ തൊട്ട് വണങ്ങി ആരാധിക്കുവാൻ തിരുക്കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും സമയമുണ്ടായിരിക്കുക. ഇതിന് ശേഷം നമ്മൾ ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിൻ തിരു ക്രൂശിനെ നാഥാ ഞങ്ങൾ ഒന്നിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. നിൻ തിരു ക്രൂശിനെ നാഥാ ഞങ്ങൾ ഒന്നിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. ദൈവം കനിഞ്ഞെത്തി നമ്മളെ നന്നായി ആശീർവദിക്കുമാറായിടേണം. ദൈവം കനിഞ്ഞെത്തി നമ്മളെ നന്നായി ആശീർവദിക്കുമാറായിടേണം. വാത്സല്യപൂർവം കടാക്ഷിച്ചു നമ്മൾ സ്വർഗീയദാനം തൂകിടേണം. വാത്സല്യപൂർവം കടാക്ഷിച്ചു നമ്മിൽ സ്വർഗീയദാനം തൂകിടേണം. നിൻ തിരു ക്രൂശിനെ നാഥാ ഞങ്ങൾ ഒന്നിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. കുരിശിന്തിടും നിൻ മുഖം എന്നുള്ളിൽ നൊമ്പരമായിടുന്നു. കുരിശിന്തിടും നിൻ മുഖം എന്നുള്ളിൽ നൊമ്പരമായിടുന്നു. കുരിശു വഹിക്കാൻ നിന്നെ സഹ
സഹായിക്കാൻ ശിമയോനായി മാറിടാൻ ഞാൻ കൊതിപ്പൂ. കുരിശു വഹിക്കാൻ നിന്നെ സഹായിക്കാൻ ശിമയോനായി മാറിടാൻ ഞാൻ കൊതിപ്പൂ. കുരിശിൻ്റെ വഴി ഞാൻ വരുന്നു, കുരിശേ നമിക്കുന്നു, ക്രൂശിതനെ വാഴ്ത്തുന്നു, കൃപയേറും നിൻ മനം തന്നിടണേ. കുരിശേ നമിക്കുന്നു, ക്രൂശിതനെ വാഴ്ത്തുന്നു, കൃപയേറും നിൻ മനം തന്നിടണേ. കനിവറ്റ വൈരിയ കൈനീർപ്പോ ഞാൻ നാഥ, എൻ പാപം കുരിശിൻ്റെ ഭാരമേറ്റി. കനിവറ്റ വൈരിയ തീർന്നു പോ ഞാൻ നാഥ, എൻ പാപം കുരിശിൻ്റെ ഭാരമേറ്റി. കുന്തം തറച്ച നിന്നെൻ ജഗമെന്നിൽ ചങ്കുപിളർക്കുന്ന കാഴ്ചയായി. കുന്തം തറച്ച നിന്നെൻ ജഗമെന്നിൽ ചങ്കുപിളർക്കുന്ന കാഴ്ചയായി. നാഥ പാപിയമെന്നിൽ കനിയേണമേ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടണം. അന്നു വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ ക്രിസ്തുവിൻ്റെ ധന്യമായ മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ അങ്ങ് പുനരുദ്ധരിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ നിലനിർത്തണമേ. അങ്ങനെ ഈ രഹസ്യങ്ങളിലുള്ള പങ്കാളിത്തം വഴി നിരന്തരം ഞങ്ങൾ ഭക്തിയിൽ ജീവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ആശീർവാദത്തിനായി നിങ്ങൾ ശിരസ് നമിക്കുവിൻ. കർത്താവേ, അങ്ങേ പുത്രൻ്റെ ഉദ്ധാനത്തിലുള്ള പ്രത്യാശയാൽ അവിടുത്തെ മരണം ആചരിച്ച അങ്ങേ ജനത്തിൻ്റെ മേൽ സമൃദ്ധമായ അനുഗ്രഹം ചൊരിയുകയും പാപപ്പൊറുതി സംലിപ്തമാക്കുകയും സമാശ്വാസം നൽകുകയും പാവനമായ വിശ്വാസം കൈവളർത്തുകയും നിത്യരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.